ഹേ ഗൈസ് വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. 2006 മെയ് 3 അർമേനിയയുടെ നാഷണൽ ഫ്ലാഗ് കാരിയറായ അർമേവിയ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് നമ്പർ 967 റഷ്യയിലെ സൂച്ചി സിറ്റിയിലേക്ക് ലാൻഡ് ചെയ്യുന്നതിനിടയ്ക്ക് കടലിൽ പതിക്കുകയുണ്ടായി. ഈ വിമാന അപകടത്തിൽ നിന്നും ആരും തന്നെ രക്ഷപ്പെട്ടില്ല. എന്നാൽ ഈ അപകടം നടക്കുന്നതിന് ഏകദേശം 83 സെക്കൻഡുകൾക്ക് മുൻപ് ഈ വിമാനം സൂച്ചി സിറ്റിയിലെ റൺവേയിലേക്ക് ലാൻഡ് ചെയ്തതിനു വേണ്ടി റെഡിയായിരുന്നു. ലാൻഡിംഗ് കോൺഫിഗർ ചെയ്തതിനു ശേഷം ലാൻഡിംഗ് ഗിയർ എക്സ്റ്റെൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ILS ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് റൺവേയിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി വന്ന എയർക്രാഫ്റ്റ് ആയിരുന്നു ഇത്. എന്നാൽ അതിനുശേഷം കോക്പിറ്റിനകത്തുണ്ടായ കുറച്ച് സംഭവങ്ങളാണ് ഈ എയർക്രാഫ്റ്റിന്റെ അപകടത്തിലേക്ക് വഴിവെച്ചത്. എന്താണ് ഈ എയർക്രാഫ്റ്റിന് സംഭവിച്ചത്? ഇന്നത്തെ വീഡിയോ അർമേവിയ ഫ്ലൈറ്റ് നമ്പർ 967 എന്ന എയർക്രാഫ്റ്റിൻ്റെതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണാം. 1996 അർമേവിയ എയർലൈൻസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മെയിൻലി എയർബസ് 320, എയർബസ് 319 എന്നീ എയർക്രാഫ്റ്റാണ് ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. റഷ്യയിലെ സൂച്ചി എന്ന് പറയുന്നത് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡെസ്റ്റിനേഷനുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് സൂചി എന്ന് പറയുന്ന സ്റ്റേഷൻ. ഈ സൂചിയിലേക്ക് കൂടുതൽ സമയത്തും റെഡ് ഐ ഫ്ലൈറ്റ്സ് ആണ് അർമേവിയ എയർലൈൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫ്ലൈറ്റ് നമ്പർ 967 അതുപോലുള്ള ഫ്ലൈറ്റ് തന്നെയായിരുന്നു. 2006 മെയ് 3 ഫ്ലൈറ്റ് നമ്പർ 967 ബുക്ക് ചെയ്തിരുന്നത് 105 യാത്രക്കാരാണ്. ഇവരെ കൂടാതെ 8 ക്രൂ മെമ്പേഴ്സും അന്ന് ഈ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നുണ്ട്. 8 ക്രൂ മെമ്പേഴ്സിൽ 2 പൈലറ്റ്സും 5 ക്യാബിൻ ക്രൂ മെമ്പേഴ്സും ഒരു മെയിൻ്റനൻസ് എഞ്ചിനീയറുമാണ്. ആ എയർക്രാഫ്റ്റിന്റെ ക്യാപ്റ്റൻ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആന്റനോവ് പോലെയൊക്കെയുള്ള എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തിട്ടുള്ള ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് 29 വയസ്സുള്ള ഫസ്റ്റ് ഓഫീസറാണ്. അദ്ദേഹവും ATRലെ ഫസ്റ്റ് ഓഫീസർ ആയിരുന്നു. അതിനുശേഷം അപ്ഗ്രേഡ് ചെയ്താണ് എയർബസ് 320 അദ്ദേഹം ഫസ്റ്റ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപായിട്ട് പേപ്പർ വർക്കൊക്കെ നടക്കുന്ന സമയത്ത് വെതർ റിപ്പോർട്ട്സ് ലഭിക്കുകയുണ്ടായി. അത് പരിശോധിച്ച് ക്യാപ്റ്റന് മനസ്സിലാക്കാൻ സാധിച്ചത് സൂചി സിറ്റിയിൽ ഇവർ ലാൻഡ് ചെയ്യുന്ന സമയത്ത് കാലാവസ്ഥ വളരെയധികം മോശമായിരിക്കും, വിസിബിലിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അടുത്ത എയർപോർട്ടിലേക്ക് ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫ്യൂവലും ഇനി വേണമെങ്കിൽ തിരിച്ച് യെരവൻ എയർപോർട്ടിലേക്ക്, അതായത് അർമേനിയയിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ആ ഫ്യൂവലും കൂടെ ക്യാപ്റ്റൻ എക്സ്ട്രാ കരുതാൻ വേണ്ടി പറഞ്ഞിരുന്നു. അങ്ങനെ പാസഞ്ചേഴ്സ് എല്ലാം തന്നെ എയർക്രാഫ്റ്റിൽ ബോർഡ് ചെയ്തു. ഡിപ്പാർച്ചർ ചെക്സ് എല്ലാം തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം പുഷ് ബാക്ക് ചെയ്ത എയർക്രാഫ്റ്റ് ടാക്സി ചെയ്ത് രാത്രി 12 മണി കഴിഞ്ഞ് 47 മിനിറ്റിനാണ് യാരവൻ എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നത്. 1 മണിക്കൂർ 90 മിനിറ്റാണ് സൂചിയിലേക്കുള്ള ഫ്ലൈയിങ് ടൈം. അങ്ങനെ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഏകദേശം 12 മിനിറ്റുകൾക്ക് ശേഷം ടിബ്ലിസി കൺട്രോൾ സെന്ററുമായിട്ട് പൈലറ്റ് കോൺടാക്ട് ചെയ്തു. അവിടെ നിന്നും 34,000 അടി ഉയരത്തിൽ ഫ്ലൈ ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് അവർ കൊടുത്തത്. അങ്ങനെ എയർക്രാഫ്റ്റ് ക്ലൈംബ് ചെയ്ത് 34,000 അടി ഉയരത്തിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എയർക്രാഫ്റ്റിന് യാതൊരു രീതിയിലുള്ള ടെക്നിക്കൽ ഡിഫക്ട്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത്. സൂചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 റൺവേ ആണ് യൂസ് ചെയ്യുന്നത്. റൺവേ നമ്പർ 02, റൺവേ നമ്പർ 06. 06 ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം ഉള്ള റൺവേ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ വിസിബിലിറ്റി 2500 മീറ്റർ ആണ് ലാൻഡ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. ക്ലൗഡ് ബേസ് 170 മീറ്റർ വേണം. എന്നാൽ റൺവേ നമ്പർ 02 ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിസിബിലിറ്റി 3000 മീറ്റർ ആയിരിക്കണം. അതുകൂടാതെ അവിടെയും 170 ക്ലൗഡ് ബേസ് തന്നെ ലാൻഡ് ചെയ്യാൻ വേണ്ടി വേണം. എന്നാൽ ഇവർ ഈ ടിബ്ലിസി കോൺടാക്ട് ചെയ്ത സമയത്ത് വെതർ അപ്ഡേറ്റ് ചോദിക്കുകയുണ്ടായി. അങ്ങനെ വെതർ അപ്ഡേറ്റ് ചോദിച്ച സമയത്ത് ക്യാപ്റ്റന് ലഭിച്ച ഇൻഫർമേഷൻ 2000 മീറ്റർ മാത്രമാണ് അവിടെ വിസിബിലിറ്റി ഉള്ളൂ എന്നതാണ്. അതിനർത്ഥം അവർക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും എന്നത് തന്നെയാണ്. അപ്പോൾ ഈ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ക്യാപ്റ്റൻ സൂചി കൺട്രോൾ സെന്ററിൽ വിളിക്കുകയും അവിടെ നിന്ന് വെതർ റിപ്പോർട്ട് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് വെതർ റിപ്പോർട്ട് ലഭിച്ചതനുസരിച്ചിട്ട് എയർക്രാഫ്റ്റിന് ലാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, കാരണം വിസിബിലിറ്റി വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ എയർക്രാഫ്റ്റ് ഏതെങ്കിലും അടുത്ത എയർപോർട്ടിലേക്ക് ഡൈവേർട്ട് ചെയ്യാമെന്ന് ആദ്യം തീരുമാനിച്ചെങ്കിൽ പോലും എയർക്രാഫ്റ്റിൽ ആവശ്യത്തിന് ഫ്യൂവൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ 1 മണിക്കൂറെങ്കിലും ഹോൾഡ് ചെയ്യാം എന്ന് ക്യാപ്റ്റൻ തീരുമാനിക്കുകയുണ്ടായി. ചിലപ്പോൾ വെതർ ഇംപ്രൂവ് ചെയ്യും എന്നാണ് അദ്ദേഹം ആദ്യം കരുതിയത്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് സൂചി കൺട്രോൾ സെന്ററിൽ നിന്നും പൈലറ്റ്സിന് ഒരു മെസ്സേജ് ലഭിക്കുന്നത്. അതായത് അവിടെ വിസിബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, കനത്ത മഞ്ഞുവീഴ്ചയുണ്ട്, അതുകൊണ്ട് തന്നെ ഒരിക്കലും അവിടെ ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു മെസ്സേജാണ് കൺട്രോളർ നൽകിയത്. അതുകൊണ്ട് തന്നെ മറ്റൊരു എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്ന കാര്യം ആലോചിക്കാതെ തിരിച്ച് യാരവൻ എയർപോർട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകാമെന്നാണ് ക്യാപ്റ്റൻ തീരുമാനിച്ചത്. അദ്ദേഹം ഉടനെ തന്നെ കൺട്രോൾ സെന്ററിനെ കോൺടാക്ട് ചെയ്യുകയും തങ്ങൾ തിരിച്ചു പോവുകയാണ് എന്നൊരു മെസ്സേജ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എയർക്രാഫ്റ്റ് ടേൺ അറൗണ്ട് ചെയ്തു. ഫ്ലൈറ്റ് പ്ലാൻ എല്ലാം തന്നെ മാറ്റി തിരിച്ച് അവർ ടേക്ക് ഓഫ് ചെയ്ത എയർപോർട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി ക്യാപ്റ്റൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 10 മിനിറ്റോളം അങ്ങനെ തിരിച്ച് ആ വന്ന എയർപോർട്ടിലേക്ക് തന്നെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എന്നാൽ ക്യാപ്റ്റന് പിന്നീട് മറ്റൊരു ആശയം തോന്നുകയുണ്ടായി. അദ്ദേഹം വീണ്ടും സൂചി സിറ്റിയിൽ വിളിക്കുകയും അദ്ദേഹം പിന്നീടും അവിടെ നിന്ന് വെതർ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ വെതർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന്റെ കൂടെ തന്നെ അദ്ദേഹം പറഞ്ഞത് തൻ്റെ കൂടെ എയർക്രാഫ്റ്റിൽ ഡെപ്യൂട്ടീസ് ഫ്ലൈ ചെയ്യുന്നുണ്ട് എന്നൊരു മെസ്സേജ് അദ്ദേഹം കൊടുക്കുകയുണ്ടായി. റഷ്യയിലെ ഡെപ്യൂട്ടീസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അവർ ലെജിസ്ലേറ്റീവ് ബോഡിയിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഡെപ്യൂട്ടീസ് ഫ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ATCയിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ഒരു വെതർ റിപ്പോർട്ട് തനിക്ക് ലഭിക്കും എന്നാണ് ക്യാപ്റ്റൻ കരുതിയത്. കാരണം ക്യാപ്റ്റന് ആദ്യം കൊടുത്ത ഈ വെതർ റിപ്പോർട്ട് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. ATC കൺട്രോളർ ക്യാപ്റ്റന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇനി റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണോ അവർ തരുന്നത് എന്ന് കരുതിയാണ് തന്റെ ഫ്ലൈറ്റിൽ ഡെപ്യൂട്ടീസ് ഉണ്ടെന്നും തനിക്ക് കറക്റ്റ് ആയിട്ടുള്ള വെതർ ഇൻഫർമേഷൻ ലഭിക്കുമെന്ന് അദ്ദേഹം കരുതിയത്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞ് സൂചി കൺട്രോൾ സെന്ററിൽ നിന്നും ക്യാപ്റ്റന് കോൾ ലഭിക്കുകയും 3000 മീറ്റർ വിസിബിലിറ്റി ഉണ്ട്, തങ്ങൾക്ക് തിരിച്ച് ലാൻഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് കൺട്രോളർ ഇൻഫർമേഷൻ നൽകിയത്. അതനുസരിച്ചിട്ട് ക്യാപ്റ്റൻ വീണ്ടും അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് പ്ലാൻ മാറ്റുകയും തിരിച്ച് സൂചിയിലേക്ക് തന്നെ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങോട്ട് തന്നെ ഫ്ലൈ ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഈ വിവരം ഇദ്ദേഹം ക്രൂ മെമ്പേഴ്സിനെ അറിയിക്കുകയും എല്ലാ പാസഞ്ചേഴ്സിന് അനൗൺസ്മെന്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ എയർക്രാഫ്റ്റ് സൂചി സിറ്റി ലക്ഷ്യമാക്കി ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ക്യാപ്റ്റൻ ലാൻഡിംഗ് ചെക്ക് ലിസ്റ്റ് എല്ലാം തന്നെ പരിശോധിച്ചു, ബ്രീഫിംഗ് എല്ലാം തന്നെ ചെയ്തു. ഏതെങ്കിലും രീതിയിൽ ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എയർക്രാഫ്റ്റ് വലത്തോട്ട് തിരിഞ്ഞതിന് ശേഷം 600 മീറ്റർ ഉയർന്ന് ഫ്ലൈ ചെയ്യണമെന്നാണ് ATC നിർദ്ദേശം നൽകിയത്. റഷ്യയിൽ ഓൾട്ടിറ്റ്യൂഡ് കണക്കാക്കുന്നത് മീറ്ററിലാണ്, ഫീറ്റിലല്ല. അതുകൊണ്ടാണ് ഞാൻ മീറ്റർ എന്ന് പറയുന്നത്. ഈ സമയത്ത് ക്യാപ്റ്റൻ മറ്റൊരു തീരുമാനം എടുക്കുകയുണ്ടായി. ഇനി ATC ആയിട്ട് കൂടുതൽ സമയത്തും കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്തെങ്കിലും രീതിയിൽ ഇനി വെതർ മാറുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ലാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലിയറൻസ് ലഭിക്കുകയില്ല. അത് തീർച്ചയായിട്ടും ഈ എയർക്രാഫ്റ്റിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് വളരെയധികം അസൗകര്യം ഉണ്ടാകും. എയർലൈനും അത് നഷ്ടമാണ്. കാരണം ഒരു പ്രാവശ്യം ഓൾറെഡി തിരിച്ച് ഫ്ലൈ ചെയ്ത എയർക്രാഫ്റ്റ് പിന്നീട് തിരിച്ചാണ് സൂചി സിറ്റിയിലേക്ക് വരുന്നത്. ഇനി ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടോ ക്യാപ്റ്റൻ തീരുമാനിച്ചിരുന്നില്ല. അതിന് പകരം എങ്ങനെയെങ്കിലും തങ്ങൾക്ക് സൂചി സിറ്റിയിൽ തന്നെ ലാൻഡ് ചെയ്യണമെന്നാണ് ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും തീരുമാനിച്ചത്. അതുകൊണ്ട് ATC ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആ സമയത്ത് അവർ വളരെ കുറച്ച് മാത്രമാണ് ചെയ്തിരുന്നത്. അങ്ങനെ എയർക്രാഫ്റ്റിന് ഡിസെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ATC നൽകുകയുണ്ടായി. എയർക്രാഫ്റ്റ് ഡിസെൻഡ് ചെയ്തു വന്നു. ക്യാപ്റ്റൻ ക്രൂവിന് ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്തു ക്യാബിൻ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ക്യാബിനിൽ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്, ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് കോക്പിറ്റിനകത്ത് നടക്കുന്നുണ്ട്. എന്നാൽ ഇവർ ഡിസെൻഡ് ചെയ്യുന്ന സ്പീഡ് പോരാ എന്ന് ക്യാപ്റ്റൻ ആ സമയത്ത് തോന്നുകയുണ്ടായി. എത്രയും പെട്ടെന്ന് ഡിസെൻഡ് ചെയ്ത് ലാൻഡ് ചെയ്തില്ലെങ്കിൽ കാലാവസ്ഥ വീണ്ടും മോശമാകുമോ എന്ന ഭയം തന്നെയായിരുന്നു ക്യാപ്റ്റന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം എയർക്രാഫ്റ്റിന്റെ സ്പീഡ് പിന്നീട് വർദ്ധിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ എയർക്രാഫ്റ്റിന്റെ സ്പീഡ് വർദ്ധിച്ചു വരുന്നത് കണ്ട് ATCയിൽ നിന്നും പൈലറ്റിന് ഒരു കോൾ ലഭിക്കുകയുണ്ടായി. ഇതേ രീതിയിലാണ് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും റൺവേ ഓവർഷൂട്ട് ചെയ്ത് പോകുമെന്ന് ATC കൺട്രോളർ പൈലറ്റിന് വാർണിംഗ് നൽകാൻ തുടങ്ങി. 600 മീറ്റർ ഉയരത്തിലേക്ക് എയർക്രാഫ്റ്റ് ഡിസെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ നൽകുകയും ചെയ്തു. അങ്ങനെ ഈ എയർക്രാഫ്റ്റിന്റെ സ്പീഡ് നോക്കിയ പൈലറ്റ്സിന് മനസ്സിലായി ചിലപ്പോൾ നമ്മൾ റൺവേ ഓവർഷൂട്ട് ചെയ്ത് പോകും എന്നുള്ളത്. അങ്ങനെ ഡിസെൻഡ് ചെയ്തു വന്ന എയർക്രാഫ്റ്റിന് ATCയിൽ നിന്നും മറ്റൊരു കോൾ ലഭിക്കുകയുണ്ടായി. വിസിബിലിറ്റി 4000 മീറ്റർ ഉണ്ടെങ്കിൽ പോലും ക്ലൗഡ് ബേസ് 160 മീറ്റർ മാത്രമേ ഉള്ളൂ. അത് 170 മീറ്റർ ആണ് മിനിമം വേണ്ടത് ലാൻഡിങ്ങിന്. അതിൽ കുറവാണെങ്കിൽ ലാൻഡിംഗ് പെർമിഷൻ ലഭിക്കുകയില്ല. ഈ ന്യൂസ് ലഭിച്ച ക്യാപ്റ്റന് നല്ല ദേഷ്യം വരികയുണ്ടായി. ഈ സമയത്തിനിടയ്ക്ക് എയർക്രാഫ്റ്റ് റൺവേയിലേക്ക് അലൈൻ ചെയ്യുകയും ലാൻഡ് ചെയ്യാനുള്ള പൊസിഷനിൽ എത്തുകയും ചെയ്തു. പക്ഷേ കൺട്രോളർ പെർമിഷൻ നൽകുന്നില്ല. ഈ സൂചി സിറ്റി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കാലാവസ്ഥ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു എയർപോർട്ടാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കാലാവസ്ഥ ഇംപ്രൂവ് ചെയ്യും എന്ന് തന്നെ ക്യാപ്റ്റൻ വിചാരിക്കുകയും അദ്ദേഹം ലാൻഡിങ്ങിന് വേണ്ടി തന്നെ തീരുമാനിച്ചു വരികയും ചെയ്തു. അങ്ങനെ ഫ്ലാപ്സ് എല്ലാം തന്നെ ഫുൾ സെറ്റിങ്സ് ചെയ്തു. അതിനുശേഷം ലാൻഡിംഗ് ഗിയർ എക്സ്റ്റെൻഡ് ചെയ്തു. അദ്ദേഹം റൺവേയിലേക്ക് എയർക്രാഫ്റ്റ് അലൈൻ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം ആലോചിച്ചതുപോലെ തന്നെ ആ സമയത്ത് ATCയിൽ നിന്നും അദ്ദേഹത്തിന് അടുത്ത കോൾ ലഭിക്കുകയുണ്ടായി. ക്ലൗഡ് ബേസ് ഇപ്പോൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, 190 മീറ്റർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാൻഡിംഗ് ചെയ്യാം എന്നായിരുന്നു ആ കോൾ. ലാൻഡിംഗ് പെർമിഷൻ ക്യാപ്റ്റന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ എയർക്രാഫ്റ്റ് ക്യാബിനകത്തും പാസഞ്ചേഴ്സും റെഡിയാണ് ലാൻഡിങ്ങിന് വേണ്ടിയിട്ട്. കോക്പിറ്റിനകത്തും എല്ലാ പ്രിപ്പറേഷനും ചെയ്തു കഴിഞ്ഞു. എന്നാൽ വളരെ പ്രതീക്ഷിതമായിട്ടാണ് മറ്റൊരു കോൾ ATCയിൽ നിന്ന് ലഭിക്കുന്നത്. ഈ സമയത്ത് വിസിബിലിറ്റി വളരെയധികം കുറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഡിസെൻഡ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം വലതുവശത്തേക്ക് തിരിഞ്ഞ് 600 മീറ്റർ ഉയർന്ന് ഫ്ലൈ ചെയ്യുക എന്നായിരുന്നു ആ ഒരു മെസ്സേജ്. കാരണം സൂചി സിറ്റിയിൽ ആ സമയമായപ്പോഴേക്കും കനത്ത മഞ്ഞുവീഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ റൺവേ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. വിസിബിലിറ്റി വളരെയധികം കുറഞ്ഞു പോയിരുന്നു. ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത് വളരെ വളരെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും ATCയുടെ കോൾ ലഭിക്കുന്ന സമയത്ത് ഈ കോക്പിറ്റിനകത്ത് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു, ഒരുപാട് വർക്ക് ലോഡ് ഉണ്ടായിരുന്നു. ഓരോ സമയത്തും ഡിസിഷൻസ് മാറ്റുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വർക്ക് ലോഡ് കോക്പിറ്റിനകത്ത് കൂടി വന്നു. അങ്ങനെ രണ്ട് പൈലറ്റ്സിനും ദേഷ്യവും അതുപോലെ തന്നെ സ്ട്രെസ്സും കൂടി വരികയും ചെയ്തു. അങ്ങനെ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതിന് പകരം
റൈറ്റ് ടേൺ എടുത്തിട്ട് 600 മീറ്റർ ഉയർന്നു പറക്കാനുള്ള നിർദ്ദേശം ലഭിച്ച ഉടനെ തന്നെ ക്യാപ്റ്റന് മനസ്സിലായി തനിക്ക് എന്തായാലും ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം. മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ATC അല്ല നിർദ്ദേശം നൽകുന്നത് ലാൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അത് ക്യാപ്റ്റന്റെ ഒരു ഡിസിഷനാണ്. അപ്പോൾ ലാൻഡ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാപ്റ്റന് ലാൻഡ് ചെയ്യാം. എന്നാൽ റഷ്യയിൽ അങ്ങനെയല്ല. ATC ആണ് ലാൻഡ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഡിസെന്റ് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം തിരിച്ച് ഫ്ലൈ ചെയ്ത് പോകാൻ വേണ്ടി ATC നിർദ്ദേശം നൽകിയത്. അതിനനുസരിച്ചിട്ട് ക്യാപ്റ്റന് ലാൻഡിംഗ് ക്ലിയറൻസ് ഇല്ല, അദ്ദേഹത്തിന് എന്തായാലും ഗോ അറൗണ്ട് ചെയ്തേ പറ്റും. എന്നാൽ ഇവിടെ ഗോ അറൗണ്ട് എന്നുള്ളൊരു വേർഡ് ATC യൂസ് ചെയ്തില്ല. അതിന് പകരം അവർ പറഞ്ഞത് റൈറ്റ് ടേൺ എടുത്തതിന് ശേഷം 600 മീറ്റർ ഉയരത്തിൽ ഫ്ലൈ ചെയ്യുക എന്നതാണ്. എന്നാൽ ഇത് സെയിം മീനിങ് തന്നെയാണ് വരുന്നത് റഷ്യയിൽ. കാരണം ഗോ റൗണ്ട് എന്ന് പറയുന്നതും ഈ ഒരു റൈറ്റ് ടേൺ എടുത്തതിന് ശേഷം 600 മീറ്റർ ഉയർന്ന് ഫ്ലൈ ചെയ്യുക എന്ന് പറയുന്നതും ഗോ അറൗണ്ടിന്റെ സെയിം മീനിങ് തന്നെയാണ്. എന്നാൽ ക്യാപ്റ്റന് അത് ആദ്യം മനസ്സിലാവുകയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ഗോ അറൗണ്ടിന്റെ പ്രൊസീജിയർ അല്ല ഫോളോ ചെയ്തത്. അതിന് പകരം അദ്ദേഹം ചെയ്തത് ലെവൽ ഓഫ് എന്ന് പറയുന്ന ഒരു പുഷ് ബട്ടൺ അദ്ദേഹം പ്രസ് ചെയ്യുകയാണ് ചെയ്തത് കോക്പിറ്റിനകത്ത്. അദ്ദേഹം എൻജിൻസിന്റെ പവർ കൂട്ടിയില്ല, ടോഗ സ്വിച്ച് അദ്ദേഹം പ്രസ് ചെയ്തില്ല, അല്ലെങ്കിൽ ഗോ അറൗണ്ടിന്റെ യാതൊരു രീതിയിലുള്ള പ്രൊസീജിയേഴ്സും അദ്ദേഹം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മറ്റു മാർഗമില്ലാതെ ക്യാപ്റ്റന് ലാൻഡ് ചെയ്യുന്നതിന് പകരം എയർക്രാഫ്റ്റ് വലതുവശത്തേക്ക് തിരിച്ച് 600 മീറ്റർ ഉയരത്തിൽ ഫ്ലൈ ചെയ്യേണ്ടി വന്നു. എന്നാൽ ഇതിനിടയ്ക്ക് ഈ 600 മീറ്റർ എന്ന് കൃത്യമായിട്ട് ATC പറഞ്ഞ സമയത്ത് ക്യാപ്റ്റൻ അറിയാതെ 975 മീറ്റർ ആയിട്ട് എയർക്രാഫ്റ്റിന്റെ ഓൾട്ടിറ്റ്യൂഡ് സെറ്റ് ചെയ്യുകയുണ്ടായി. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഇത് എന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന് കൈ തട്ടി ബൈ മിസ്റ്റേക്ക് ആ ഒരു ഓൾട്ടിറ്റ്യൂഡ് സെറ്റ് ആയതായിരിക്കും. അങ്ങനെ എയർക്രാഫ്റ്റ് വളരെ പതിയെ ക്ലൈംബ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഈ ക്ലൈംബ് ചെയ്യുന്ന സ്പീഡ് വളരെ കുറവാണ് എന്ന് ക്യാപ്റ്റന് തോന്നുകയും ചെയ്തു. കാരണം ആ സമയത്ത് എൻജിൻസിന് പവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് അദ്ദേഹം നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എൻജിൻസിന് പവർ ഇല്ല. അദ്ദേഹം ഉടനെ തന്നെ ടോഗ സ്വിച്ച് പ്രസ് ചെയ്യുകയും എൻജിൻസ് ആക്സിലറേറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പിന്നീട് വളരെ സ്പീഡിൽ എയർക്രാഫ്റ്റ് ക്ലൈംബ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും അദ്ദേഹം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എയർക്രാഫ്റ്റ് 975 മീറ്റർ ഓൾട്ടിറ്റ്യൂഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതെങ്ങനെ സംഭവിച്ചു എന്ന് ക്യാപ്റ്റന് മനസ്സിലായില്ല. വളരെ പെട്ടെന്ന് അദ്ദേഹം ഫസ്റ്റ് ഓഫീസറോട് പറഞ്ഞു 600 മീറ്റർ ആയിട്ട് ഈ ഓൾട്ടിറ്റ്യൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഓഫീസർ വളരെ പെട്ടെന്ന് തന്നെ ഈ ഓൾട്ടിറ്റ്യൂഡ് 600 മീറ്റർ ആയിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ എയർക്രാഫ്റ്റ് വളരെ പതിയെ ക്ലൈംബ് ചെയ്യാൻ തുടങ്ങി. എല്ലാം തന്നെ ഓക്കെ ആയിട്ടാണ് കോക്പിറ്റിൽ നടക്കുന്നത്. എല്ലാം നോർമലാണ്, ഓൾട്ടിറ്റ്യൂഡ് കറക്റ്റ് ആണ്, സ്പീഡ് കറക്റ്റ് ആണ്. കറക്റ്റായിട്ട് ATC പറഞ്ഞതുപോലെ തന്നെ എല്ലാം നോർമലായിട്ട് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഓട്ടോ പൈലറ്റ് ക്യാപ്റ്റൻ ഡിസെൻഗേജ് ചെയ്തിരുന്നു. അദ്ദേഹം മാനുവലായിട്ടാണ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത്. ATCയിൽ നിന്നും റഡർ കൺട്രോളറിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൈലറ്റിന് നിർദ്ദേശം ലഭിക്കുകയുണ്ടായി. എന്നാൽ ഈ സമയത്ത് എന്തുകൊണ്ടാണെന്നറിയില്ല ക്യാപ്റ്റൻ തന്റെ സൈഡ് സ്റ്റിക്ക് മുൻപിലേക്ക് അമർത്തിക്കൊണ്ടിരുന്നു. ഇതിന് ഒരു റീസണും ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് പിന്നീട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ രാത്രിയാണ്, മഞ്ഞ് വളരെ കനത്തതാണ്, പുറത്തെ റെഫറൻസ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ക്യാപ്റ്റന് ഒരു ഇല്യൂഷൻ ഉണ്ടായിരിക്കാം എന്നാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കരുതുന്നത്. എൻജിൻസിന്റെ സ്പീഡ് വർദ്ധിച്ചു വരികയും എയർക്രാഫ്റ്റിന്റെ നോസ് പിച്ച് ഡൗൺ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. വളരെ പെട്ടെന്ന് നിരവധി വാർണിംഗ്സ് കോക്പിറ്റിൽ വരാൻ തുടങ്ങി. എയർക്രാഫ്റ്റ് ഏകദേശം 39 ഡിഗ്രി വലത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എയർക്രാഫ്റ്റ് വളരെ വേഗത്തിൽ താഴേക്ക് ഡിസെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയത്താണ് ഫസ്റ്റ് ഓഫീസർ ഇത് ശ്രദ്ധിക്കുന്നത്. എയർക്രാഫ്റ്റ് വളരെ സ്പീഡിൽ താഴേക്ക് ഡിസെൻഡ് ചെയ്യുകയാണ്. ലെവൽ ഓഫ് എന്ന് ഫസ്റ്റ് ഓഫീസർ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്ത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫീസർ കൺട്രോൾ ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ സൈഡ് സ്റ്റിക്കിലും ഫോർവേഡ് ഇൻപുട്ട് തന്നെയാണ് കൊടുത്തത്. അതായത് മുൻപിലോട്ടുള്ള ഇൻപുട്ട് തന്നെയാണ് അദ്ദേഹം കൊടുത്തത്. അദ്ദേഹം കൊടുത്ത ഈ ഒരു ഇൻപുട്ട് കാരണം എയർക്രാഫ്റ്റ് വീണ്ടും താഴേക്ക് തന്നെ ഡിസെൻഡ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്ത് ക്യാപ്റ്റൻ പെട്ടെന്ന് റിയലൈസ് ചെയ്തു അദ്ദേഹം എയർക്രാഫ്റ്റിന്റെ സൈഡ് സ്റ്റിക്ക് മുൻപോട്ടാണ് പ്രസ് ചെയ്യുന്നത്. എയർക്രാഫ്റ്റ് താഴേക്ക് വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്റെ സൈഡ് സ്റ്റിക്ക് പുറകോട്ട് വലിക്കുകയും എയർക്രാഫ്റ്റിന്റെ മുൻഭാഗം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു. കോക്പിറ്റിനകത്ത് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിന്റെ കയ്യിൽ നിന്നും കൺട്രോൾ ഏറ്റെടുക്കുന്ന സമയത്ത് കൺട്രോൾ തന്റെയാണ് എന്നൊരു കോൾ ഔട്ട് കൊടുക്കാറുണ്ട്. അതുമാത്രമല്ല എയർബസിൽ ഇങ്ങനെ ഒരു കൺട്രോൾ ഏറ്റെടുക്കുന്ന സമയത്ത് മറ്റു പൈലറ്റിന്റെ സൈഡിലുള്ള സൈഡ് സ്റ്റിക്കിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് സാധിക്കും. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാതെയാണ് ഫസ്റ്റ് ഓഫീസർ കൺട്രോൾ ഏറ്റെടുത്തത്. അദ്ദേഹം കോൾ ഔട്ട് നൽകുകയുണ്ടായിരുന്നില്ല കൺട്രോൾ തന്റെ ആണെന്നുള്ളത്. അത് മാത്രമല്ല ക്യാപ്റ്റന്റെ സൈഡിലെ
സൈഡ് സ്റ്റിക്ക് അദ്ദേഹം ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ എയർക്രാഫ്റ്റിന്റെ മുൻഭാഗം ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫീസറിന്റെ സൈഡിലെ സൈഡ് സ്റ്റിക്കിൽ അദ്ദേഹം ഫോർവേഡിലേക്കുള്ള ഇൻപുട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ രണ്ട് ഇൻപുട്ടും റിവേഴ്സ് ആയതുകൊണ്ട് തന്നെ, ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ എയർക്രാഫ്റ്റ് പിന്നീടും താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ക്യാപ്റ്റൻ ഈ സമയത്ത് ഒന്നും തന്നെ ഇൻസ്ട്രുമെന്റ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അദ്ദേഹം ആ ഹൊറൈസൺ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു എയർക്രാഫ്റ്റ് താഴേക്കാണ് പോകുന്നത് എന്ന്. അത് റിയലൈസ് ചെയ്തെങ്കിൽ പോലും അത് വളരെയധികം ലേറ്റ് ആയി പോയിരുന്നു. ഈ സമയത്ത് എൻജിൻസിന്റെ പവർ കുറയ്ക്കാനും പൈലറ്റ്സ് ശ്രമിച്ചില്ല. എൻജിൻസിന്റെ പവർ കുറച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എയർക്രാഫ്റ്റ് മുന്നോട്ട് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി ക്യാപ്റ്റന് സാധിക്കുമായിരുന്നു. പക്ഷേ എൻജിൻസ് ഫുൾ പവറിൽ ഇരിക്കുന്നത് കൊണ്ടും എയർക്രാഫ്റ്റിന്റെ സൈഡ് സ്റ്റിക്ക്, അതായത് എയർക്രാഫ്റ്റ് ഫസ്റ്റ് ഓഫീസർ മുന്നോട്ടുള്ള ആ ഒരു ഇൻപുട്ട് കൊടുത്തത് കൊണ്ട് തന്നെ എയർക്രാഫ്റ്റ് വീണ്ടും താഴേക്ക് വളരെ ശക്തിയിൽ ഡിസെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. 2 മണി കഴിഞ്ഞ് ഏകദേശം 13 മിനിറ്റ് 3 സെക്കൻഡ് ആയപ്പോഴേക്കും വളരെ സ്പീഡിൽ വലിയൊരു ശബ്ദത്തോടു കൂടി എയർക്രാഫ്റ്റ് കടലിൽ വന്ന് പതിക്കുകയുണ്ടായി. ഈ എയർക്രാഫ്റ്റിൽ നിന്നും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു യാത്രക്കാരനോ അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സോ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം എത്തിച്ചേർന്നെങ്കിൽ പോലും അവർക്ക് ആരെയും ജീവനോട് കണ്ടെടുക്കാൻ സാധിച്ചില്ല. അത് മാത്രമല്ല, എയർക്രാഫ്റ്റിന്റെ പല ഭാഗങ്ങളും അവർക്ക് കണ്ടെടുക്കാൻ സാധിച്ചതുമില്ല. വെർട്ടിക്കൽ സ്റ്റെബിലൈസർ ഉൾപ്പെടെ പല ഭാഗങ്ങളും അവർക്ക് കടലിന് മുകളിലൂടെ ഒഴുകിക്കിടക്കുന്നത് മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത്. 500 അടി താഴ്ചയിലായിരുന്നു ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ സാധിച്ചത്. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതിനു ശേഷം അതിലെ ഡേറ്റ ഡീകോഡ് ചെയ്തതിനു ശേഷമാണ് എന്താണ് കോക്പിറ്റിൽ ശരിക്കും നടന്നത് എന്ന് അവർക്ക് മനസ്സിലായത്. ഇന്റർസ്റ്റേറ്റ് ഏവിയേഷൻ കമ്മിറ്റിയും എയർബസും കൂടി ചേർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. ഈ വിമാനത്തിന്റെ അപകടത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡീറ്റെയിൽ ആയിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു വിമാന അപകടത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണമായിരുന്നു ക്യാപ്റ്റന്റെയും ഫസ്റ്റ് ഓഫീസറിന്റെയും ഫറ്റീഗ്. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. 3-4 ദിവസം അവർ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലൈ ചെയ്യുകയായിരുന്നു. അതുകൂടാതെ റെഡ് ഐ ഫ്ലൈറ്റ്, അതായത് രാത്രിയിൽ പുറപ്പെടുന്ന ഫ്ലൈറ്റുകളിലെല്ലാം തന്നെ വളരെയധികം ഫറ്റീഗ് സാധാരണ രീതിയിൽ പൈലറ്റ്സിന് ഉണ്ടാവാറുണ്ട്. എന്നാൽ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ റെസ്റ്റ് എടുത്തിട്ട് വേണം വരാൻ വേണ്ടി. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ റെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റൊരു കാരണം, ഈ എയർക്രാഫ്റ്റിന്റെ കോക്പിറ്റിൽ വളരെയധികം പെട്ടെന്ന് മാറി മറിഞ്ഞ ഡിസിഷൻ കൊണ്ട് ഒരുപാട് സ്ട്രെസ് അവർക്ക് ഉണ്ടാവുകയുണ്ടായി. ഈ സ്ട്രെസ്സും അതുപോലെ തന്നെ ഈ സൂചി കൺട്രോൾ സെന്ററിലെ ATC കൺട്രോളറുടെ ആ കൂടുതൽ സമയത്തുള്ള ഇടപെടൽ കാരണം ക്യാപ്റ്റന് വളരെയധികം ദേഷ്യം, അതും കൂടാതെ ആ സൂചി എയർപോർട്ടിൽ തന്നെ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യണം എന്നുള്ളൊരു പിടിവാശിയും ഈ ഒരു അപകടത്തിന് കാരണമായി എന്നും ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. കൂടാതെ പല പ്രൊസീജിയേഴ്സും പൈലറ്റും ഫസ്റ്റ് ഓഫീസറും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെന്ന് കണ്ടെത്തി. അതുകൂടാതെ പൈലറ്റും ഫസ്റ്റ് ഓഫീസർ തമ്മിലും വളരെ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഫസ്റ്റ് ഓഫീസർ കൺട്രോൾ ഏറ്റെടുത്ത സമയത്ത് അദ്ദേഹം ആ ഒരു കോൾ ഔട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ക്യാപ്റ്റൻ റിയലൈസ് ചെയ്തതിന് അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാനും സാധിച്ചേനെ. എന്നാൽ അതൊന്നും തന്നെ അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും ഈ ATC കൺട്രോളർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യമേ സൂചി സിറ്റിയിൽ നിന്നും തിരിച്ച് എയർക്രാഫ്റ്റ് യാരവൻ എയർപോർട്ടിലേക്ക് ഫ്ലൈ ചെയ്ത സമയത്ത് അവർ ആ യാത്ര കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് യാരവൻ എയർപോർട്ടിൽ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പിന്നീട് വേണമെങ്കിൽ അവർക്ക് തിരിച്ചു പോകാമായിരുന്നു. എന്നാൽ അത് നോക്കാതെ തൻ്റെ ഫ്ലൈറ്റിൽ ഡെപ്യൂട്ടീസ് ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നൊരു കള്ളം പറഞ്ഞുകൊണ്ട് അദ്ദേഹം എയർക്രാഫ്റ്റ് സൂചി സിറ്റിയിൽ തന്നെ ലാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അതുതന്നെയായിരുന്നു ഈ എയർക്രാഫ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള അപകടത്തിന്റെ കാരണം. പല പോയിന്റ്സിലും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്സിഡന്റ് തന്നെയായിരുന്നു അർമേവിയ ഫ്ലൈറ്റ് നമ്പർ 967. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിരുന്നെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.